സ്റ്റാൻഡേർഡ് 9ത്തിലെ പുതിയ SCERTയിലെ 7th ലെസണാണ് ധാരാവൈദ്യുതി. ഇതേ പേരിൽ ഓൾഡ് SCERTയിൽ 9th സ്റ്റാൻഡേർഡിൽ ഒരു ലെസൺ ഉണ്ട്. അപ്പോൾ 2 ചാപ്റ്റേഴ്സിലും ഒരേ കണ്ടന്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ SCERTയിൽ ഇതിലെ കണ്ടന്റുകൾ മാത്രം ഒന്ന് നോക്കി പോവുകയാണ് നമ്മൾ. എക്സ്പെരിമെന്റിലൂടെ ഒന്നും പോകുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഓൾഡ് SCERTയിൽ ചാപ്റ്റർ വൈസ് ആയിട്ടുമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു PDF എന്ന് പറയുന്നത് നമ്മുടെ A+ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോഗിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ്. A+ എഡ്യൂക്കെയർ എന്നോ മറ്റോ ആണ് അവരുടെ പേര്. അപ്പോൾ ഇത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഈ ഒരു PDF കൊടുത്തിരിക്കാം. അപ്പോൾ ഇതിൽ വെറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം സോർട്ട് ചെയ്തിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ധാരാവൈദ്യുതി എന്ന ലെസൺ എങ്ങനെ പഠിക്കാമെന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു കണ്ടന്റുകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നീട് അടുത്തൊരു ലെസൺ മീൻസ് ഓൾഡ് SCERTയിലെ ധാരാവൈദ്യുതി എന്ന ലെസൺ നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ ക്ലിയർ ആവുകയും ചെയ്യും. ഈ സെയിം കണ്ടന്റ് തന്നെയാണ് അവിടെയും പറയുന്നത്. ഓക്കെ, നോക്കാം, നമുക്ക് ഈ ഒരു ക്ലാസ്സിലേക്ക് വരാം. ആദ്യം തന്നെ എന്താണ് ധാരാവൈദ്യുതി എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി അല്ലെ സ്ഥിത വൈദ്യുതിയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. സ്ഥിത വൈദ്യുതി എന്ന് പറയുമ്പം സ്റ്റേഷനറിയാണ്, ഒരു പ്രവഹിക്കുന്നില്ല, ആ വൈദ്യുതി പ്രവഹിക്കുന്നില്ല, അതൊരു ഭാഗത്ത് തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന വൈദ്യുതിയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇത് സ്ഥിത വൈദ്യുതി എന്ന് വെച്ചാൽ നോക്കാം, നമുക്ക് എന്താണ് സ്ഥിത വൈദ്യുതി എന്ന് ആദ്യം പഠിക്കാം. അതിനു മുമ്പ് ഉരസൽ മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന വൈദ്യുത ചാർജുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും 2 വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ, ഫോർ എക്സാമ്പിൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു സ്കെയിൽ എടുത്ത് നമ്മുടെ തലമുടിയിൽ ഉരസിയതിന് ശേഷം ഒരു പേപ്പർ കഷ്ണത്തിലേക്ക് കാണിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, പേപ്പർ പീസസ് തീർച്ചയായിട്ടും ഈ ഒരു സ്കെയിലിലേക്ക് അട്രാക്ട് ചെയ്യും. അതായത് ഉരസൽ മൂലം ഈ സ്കെയിലിന് എന്തോ ഒരു ചാർജ് ലഭിച്ചു. അങ്ങനെ ഉരസൽ മൂലം ലഭിക്കുന്ന ചാർജുകളാണ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. നമുക്കറിയാലോ ഇലക്ട്രോണുകളുടെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്താണ്, കൂളോമാണ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളോമാണ്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു ടേബിളാണിത്. ഈ ഒരു ടേബിൾ നോക്കാം. അതായത് ജലം, താപം, വായു എന്നിവയുടെ പ്രവാഹവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പട്ടികയാണിത്. നമുക്കറിയാം ജലം ഒഴുകുന്നത് എങ്ങനെയാണ്, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്ത് നിന്ന് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞ ഭാഗത്തേക്ക് അല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് പറയാം ഉയർന്നൊരു ഭാഗത്ത് നിന്ന് താഴ്ന്ന ഭാഗത്തേക്കാണ് എന്ത് ചെയ്യുക, ജലം ഒഴുകുക. ഇനി താപം പ്രവഹിക്കുന്നത് എങ്ങനെയാണ്, ഉയർന്ന താപനിലയുള്ള ഭാഗത്ത് നിന്ന് താഴ്ന്ന താപനിലയുള്ള ഭാഗത്തേക്കാണ്. അതുപോലെ വായു പ്രവഹിക്കുന്നത് എങ്ങനെയാണ്, പ്രഷർ കൂടിയ ഏരിയയിൽ നിന്ന് പ്രഷർ കുറഞ്ഞ ഏരിയയിലേക്കാണ് അല്ലേ. ഇനി പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുമ്പം നമ്മുടെ ഈ വൈദ്യുതി പ്രവഹിക്കണമെങ്കിലും എന്തെങ്കിലും ഒരു പ്രവാഹ ദിശ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പ്രവാഹ ദിശ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ കൂടുതലുള്ള ഭാഗം, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറവുള്ള ഭാഗത്തേക്കാണ്. അപ്പോൾ എന്താണ് ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണെന്ന് ആദ്യം നോക്കാം. ഒരു സർക്യൂട്ടിലെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് യൂണിറ്റ് ചാർജിനെ ചലിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവൃത്തിയുടെ അളവിനെയാണ് അവയ്ക്കിടയിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായാൽ മാത്രമേ വൈദ്യുതി പ്രവഹിക്കുകയുള്ളൂ. ഒരു സർക്യൂട്ടിലെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് യൂണിറ്റ് ചാർജിനെ ചലിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവൃത്തിയുടെ അളവിനെയാണ് അവയ്ക്കിടയിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വൈദ്യുത സർക്യൂട്ടിലെ 2 ബിന്ദുക്കൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഊർജ സ്രോതസ്സിനെയാണ് വൈദ്യുത സ്രോതസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വൈദ്യുത സർക്യൂട്ടിലെ 2 ബിന്ദുക്കൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഊർജ സ്രോതസ്സാണ് വൈദ്യുത സ്രോതസ്. പൊട്ടൻഷ്യൽ വ്യത്യാസം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി പറഞ്ഞ ഡെഫിനിഷൻ എന്താണ്, ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് 1 കൂളോം വൈദ്യുത ചാർജ്, ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് 1 കൂളോം വൈദ്യുത ചാർജ് എത്തിക്കുവാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി. അതായത് ഒരു ജൂൾ ആണെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തെയാണ് 1 വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രവൃത്തിയെ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പൊട്ടൻഷ്യൽ വ്യത്യാസം കിട്ടുന്നത്. ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് 1 കൂളോം വൈദ്യുത ചാർജ് എത്തിക്കണം. അതിനുവേണ്ടി ചെയ്യുന്ന പ്രവൃത്തി എന്നത് 1 ജൂൾ ആണെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തെയാണ് 1 വോൾട്ട് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് പ്രവൃത്തി ഡിവൈഡഡ് ബൈ ചാർജ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിൻ്റെ യൂണിറ്റ് എങ്ങനെ കണ്ടെത്തും, പ്രവൃത്തിയുടെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ചാർജിൻ്റെ യൂണിറ്റ് ആണ് ചെയ്യേണ്ടത്. പ്രവൃത്തിയുടെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ചാർജിൻ്റെ യൂണിറ്റ്. പ്രവൃത്തി യൂണിറ്റ് എന്താണ്, ജൂളാണ്. പ്രവൃത്തി യൂണിറ്റ് ജൂളാണ്. ചാർജിൻ്റെ യൂണിറ്റ് കൂളോമാണ്. ഇപ്പോൾ ജൂൾ ബൈ കൂളോം എന്നുള്ളതാണ് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ്. ക്ലിയർ അല്ലേ? ജൂൾ ബൈ കൂളോമാണ്
വോൾട്ട് എന്നറിയപ്പെടുന്നത്? ജൂൾ ബൈ കൂളോം ആണ് എന്തെന്നറിയപ്പെടുന്നത്? വോൾട്ട് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി EMFന്റെ സ്രോതസ്സുകളും ഊർജ്ജമാറ്റവുമാണ് തന്നിരിക്കുന്നത്. അതായത് ടോർച്ച് സെല്ലിൽ എന്ത് ഊർജ്ജമാറ്റമാണ് നടക്കുന്നത്? ടോർച്ച് സെല്ലിൽ രാസോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതുപോലെ ബട്ടൺ സെല്ലാണെങ്കിലോ, ബട്ടൺ സെല്ലിലും ഈ ടോർച്ച് സെല്ലിന്റെ പോലെ തന്നെയാണ്, ഡ്രൈ സെല്ലിന്റെ പോലെ തന്നെയാണ് ബട്ടൺ സെല്ലും. ഓക്കെ, ടോർച്ച് സെല്ലിനെ തന്നെയാണ് ഡ്രൈ സെൽ എന്നും പറയുന്നത്. ഇനി ജനറേറ്ററിലാണെങ്കിൽ ഇത് ഒരുപാട് തവണ PSC ചോദിച്ചതാ ഈ ജനറേറ്ററിന്റെ കാര്യം. യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇനി അടുത്തത് തെർമോകപ്പിൾ ആണെങ്കിൽ തെർമോ എന്ന വാക്കിൽ തന്നെ ഉണ്ട് താപോർജ്ജം എന്താക്കാണ്? വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയാണ്. സോളാർ പാനലാണെങ്കിൽ പ്രകാശോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി കൺവേർട്ട് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. എന്താണ് പ്രൈമറി സെല്ലുകൾ, എന്താണ് സെക്കൻഡറി സെല്ലുകൾ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പ്രൈമറി സെൽ എന്താണ്? നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട് പ്രൈമറി സെൽസും സെക്കൻഡറി സെൽസും ഒക്കെ. അപ്പോൾ അതിനൊക്കെ എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് അറിയാമെന്ന് നോക്കാവേ. പ്രൈമറി സെൽസ് എന്ന് പറയുമ്പം ഇപ്പോൾ നമ്മളൊരു ക്ലോക്കിലെ സെല്ല്, അത് എന്താണ്, അതിൻ്റെ ചാർജ് കഴിഞ്ഞു, നമുക്കത് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കുറച്ചു കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്ത സെല്ലുകളെയാണ് പ്രൈമറി സെല്ലുകൾ എന്ന് പറയുന്നത്. ഡ്രൈ സെല്ല്, ബട്ടൺ സെല്ല്, വോൾട്ടാ സെല്ലൊക്കെ പ്രൈമറി സെല്ലിന് എക്സാമ്പിളാണ്. കുറച്ച് നാൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു, എന്നാൽ വീണ്ടും അത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അത്തരത്തിലുള്ള സെല്ലുകളെയാണ് പ്രൈമറി സെല്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി സെൽ എന്തായാലും നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാനാവുമല്ലോ. എങ്ങനെയാണ്? ഉപയോഗിച്ച് കഴിഞ്ഞാൽ റീചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സെല്ലുകളാണ്, അല്ലെങ്കിൽ വൈദ്യുത സ്രോതസ്സുകളാണ് സെക്കൻഡറി സെല്ലുകൾ എന്ന് പറയുന്നത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ റീചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാവുന്ന തരം വൈദ്യുത സ്രോതസ്സുകളെ സെക്കൻഡറി സെല്ലുകൾ എന്നാണ് പറയുന്നത്. എക്സാമ്പിളാണ് മൊബൈൽ ബാറ്ററി. നമ്മൾ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും റീചാർജ് ചെയ്യാറില്ലേ? ഓക്കെ. ലിഥിയം അയോൺ ബാറ്ററി, നിക്കൽ കാഡ്മിയം ബാറ്ററി, ഇതൊക്കെ സെക്കൻഡറി സെല്ലുകളാണ്. ഇനി ഈ പറഞ്ഞിട്ടുള്ള സെല്ലുകളുടെയൊക്കെ പൊട്ടൻഷ്യൽ വ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ടേ. നോക്കിക്കേ, സ്രോതസ്സുകൾ ഡ്രൈ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം 1.5 വോൾട്ട് ആണ്. 1.5 വോൾട്ട് ആണ് ഡ്രൈ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം. ബട്ടൺ സെല്ലാണെങ്കിൽ 3 വോൾട്ട് ആണ്. ബട്ടൺ സെല്ല്, ഈ ബട്ടൺ എന്ന് എഴുതുമ്പോഴേ ഇതിനകത്തൊരു ഇട്ട ഉണ്ടല്ലോ, ഈ ഇട്ടായുമായിട്ട് അങ്ങ് കണക്ട് ചെയ്താൽ മതി കേട്ടോ. എന്താണ്? ബട്ടൺ സെല്ലിന് 3 വോൾട്ട് ആണ്. ബട്ടൺ സെല്ല് 3 വോൾട്ട് കേട്ടോ. ഇനി അടുത്തത് വോൾട്ടാ സെല്ല്, മാറിപ്പോണ്ട. വോൾട്ടാ സെല്ലിന് എന്താണ്? 1.1 ആണ് കേട്ടോ. വോൾട്ടാ സെല്ല് 1.1. മൊബൈൽ ബാറ്ററി 3.6 to 3.8. മൊബൈൽ ബാറ്ററി 3.6 to 3.8 ആണ്. പിന്നെ കാർ ബാറ്ററി ആണെങ്കിൽ 12 ആണ് പൊട്ടൻഷ്യൽ വ്യത്യാസം വരുന്നത്. ഇതിനകത്ത് ബട്ടൺ സെല്ല് 3. അപ്പോൾ ബട്ടൺ എന്ന് പറയുന്നത് നോക്കി വെക്കണേ. ഇതിനകത്ത് വോൾട്ടേജിൽ ഒരു ടാ ഉണ്ട്, അതുകൊണ്ട് കണക്ട് ചെയ്യരുത്. ടാ മാത്രമേ ഉള്ളൂ, അതിൻ്റെ കൂടെ ദീർഘം ഒന്നുമില്ല. ബട്ടൺ സെല്ലിൻ്റെ കൂടെയാണ് നമ്മൾ ഈ 3 കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് വോൾട്ടാ എന്ന് പറയുമ്പോൾ അവിടെ ദീർഘം ഉണ്ടല്ലോ, അത് നമ്മൾ നോക്കണ്ട. അപ്പോൾ ബട്ടൺ സെല്ല് 3 ആണ് പൊട്ടൻഷ്യൽ വ്യത്യാസം. വോൾട്ടാ സെല്ലാണെങ്കിൽ അത് 1.1 ആണ് കേട്ടോ. മൊബൈൽ ബാറ്ററി 3.6 to 3.8 ആണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം, ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. ഇനി അടുത്തത് സെല്ലുകളുടെ ക്രമീകരണത്തെക്കുറിച്ചാണ്. സെല്ലുകളുടെ ക്രമീകരണമൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെല്ലുകളുടെ ക്രമീകരണം എന്ന് പറയുമ്പോൾ സെല്ലുകൾ നമുക്ക് 2 രീതിയിൽ ക്രമീകരിക്കാനായിട്ട് സാധിക്കും. ഒന്ന് ശ്രേണി രീതി, വേറൊന്ന് പാരലായിട്ട് സമാന്തര രീതി, അല്ലെങ്കിൽ പാരലൽ സീരീസ്. ഓക്കെ, അപ്പോൾ ശ്രേണി രീതിയും സീരീസ് ആയിട്ടുള്ള രീതിയും അതുപോലെ പാരലൽ ആയിട്ടുള്ള രീതി, 2 രീതിയിൽ നമുക്ക് സെല്ലുകളെ ക്രമീകരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ശ്രേണി രീതി എന്നിവിടെ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നുണ്ടോ, പിക്ചർ കാണിച്ചിരിക്കുന്നുണ്ട്. ഇതാണ് ശ്രേണി രീതി. അപ്പോൾ എങ്ങനെയാ? ശ്രേണി രീതിയിൽ സെല്ലുകളെ ക്രമീകരിച്ചാൽ ലഭിക്കുന്ന ആകെ EMF സെല്ലുകളുടെ EMFന്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. ശ്രേണി രീതിയിൽ സെല്ലുകളെ ക്രമീകരിച്ചാൽ ലഭിക്കുന്ന ആകെ EMF എന്ന് പറയുന്നത് എന്താണ്? സെല്ലുകളുടെ EMFന്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. മനസ്സിലായല്ലോ? ഓരോ ബാറ്ററിയുടെയും EMF എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും ടോട്ടൽ EMF എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു ശ്രേണി രീതിയിൽ സെല്ലുകളെ ക്രമീകരിക്കുമ്പോൾ ലഭിക്കുന്ന ആകെ EMF എന്ന് പറയുന്നത്. എന്നാൽ ഇനി സമാന്തര രീതിയാണെങ്കിൽ എങ്ങനെയാണെന്നറിയാമോ? സമാന്തര രീതിയിൽ സെല്ലുകൾ ക്രമീകരിക്കുമ്പോൾ ആകെ EMF എന്ന് പറയുന്നത്, ഇതിൽ ഒരു സെല്ലിൻ്റെ EMF എത്രയാണോ അത് തന്നെയായിരിക്കും ഇതിലെ ആകെ EMF എന്ന് പറയുന്നത്. ഒരു സെല്ലിൻ്റെ EMF ഈക്വൽ ടു എന്താണ്? ടോട്ടലുള്ള EMF. സമാന്തര രീതിയിൽ സെല്ലുകൾ ക്രമീകരിക്കുമ്പോൾ ആകെ EMF എന്ന് പറയുന്നത് ഒരു സെല്ലിൻ്റെ EMFന് തുല്യമായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി ഇവിടെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടേ. നിങ്ങൾക്ക് 1.5 വോൾട്ട് വീതമുള്ള 4 സെല്ലുകൾ തന്നിരിക്കുകയാണ്.
അപ്പോൾ ഇവ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന പരമാവധി പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്? പരമാവധി പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പോൾ ഇവിടെ ഒരു സെല്ലിൻ്റെയാണ് 1.5 വോൾട്ട്. അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്താൽ മതി. 1.5 × 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ വ്യത്യാസം കിട്ടും. ഓക്കെ, 6 വോൾട്ട് എന്ന് കിട്ടും. ക്ലിയർ. ഇനി നമുക്ക് തന്നിരിക്കുന്നത് 9 വാട്ട് ബാറ്ററി. 9 വാട്ട് ബാറ്ററിയിൽ സമാനമായിട്ടുള്ള 6 സെല്ലുകൾ ശ്രേണീ രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ശ്രേണീ രീതിയിൽ ഘടിപ്പിച്ചിരിക്കുമ്പോൾ ഒരു സെല്ലിൻ്റെ EMF എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഒരു സെല്ലിൻ്റെ EMF 9 വാട്ടാണ് ബാറ്ററി. ഇതിനകത്ത് ഒരു സെല്ലിൻ്റെ EMF അല്ലേ കണ്ടുപിടിക്കേണ്ടത്? 9 വാട്ടാണ് ബാറ്ററി. ഓക്കെ, എത്ര സെല്ലുകളുണ്ട്? 6 എണ്ണം ഉണ്ട്. അപ്പോൾ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം എന്ത് കിട്ടും? 1.5 വോൾട്ടാന്ന് കിട്ടും. 1.5 വോൾട്ടിൻ്റെ 6 സെല്ലുകൾ ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുമ്പോഴാണ് ഇവിടെ 9 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി വൈദ്യുത പ്രവാഹ തീവ്രത നോക്കാം. വൈദ്യുത പ്രവാഹ തീവ്രത വൈദ്യുത ചാർജുകളുടെ ഒഴുക്കാണ് വൈദ്യുത പ്രവാഹം. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ ബേസിസിൽ വൈദ്യുതി പ്രവഹിക്കും. വൈദ്യുതി പ്രവഹിക്കുമ്പം ഈ വൈദ്യുത ചാർജുകളുടെ ഒഴുക്കിനെയാണ് വൈദ്യുത പ്രവാഹം എന്ന് പറയുന്നതെന്ന്. ഇനി ഈ വൈദ്യുത പ്രവാഹ തീവ്രതയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? യൂണിറ്റ് സമയത്തിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിന്റെ അളവ്. യൂണിറ്റ് സമയത്തിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിന്റെ അളവിനെയാണ് വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് സമയത്തിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിന്റെ അളവിനെയാണ് വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത്. കറണ്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? I ആണ് കേട്ടോ. കറണ്ട് I ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു സെക്കൻഡിലൂടെ ഒഴുകുന്ന ചാർജ് അല്ലെങ്കിൽ I എന്ന് പറയുന്നത് എന്താണ്? Q/T ആന്ന് പറയാം. എന്താണ് ഈ Q എന്ന് പറയുന്നത്? Q എന്ന് പറയുന്നത് ചാർജാണ്. T എന്നത് സമയവുമാണ്. ഓക്കെ, അപ്പോൾ കറണ്ടിന്റെ യൂണിറ്റ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ എടുത്തൂടെ? എന്താണ്? ചാർജിന്റെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ സമയത്തിന്റെ യൂണിറ്റ് ആണ്. ചാർജിന്റെ യൂണിറ്റ് കൂളോമാണ്, സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് C/S, കൂളോം ബൈ സെക്കൻഡ്. ഈ കൂളോം ബൈ സെക്കൻഡിനെയാണ് ആംബിയർ എന്ന് പറയുന്നത്. കൂളോം ബൈ സെക്കൻഡിനെയാണ് ആംബിയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഒരു ചാലകത്തിലൂടെ 10 കൂളോം ചാർജ് 5 സെക്കൻഡ് സമയം എടുത്തുവെങ്കിൽ, ഒരു ചാലകത്തിലൂടെ 10 കൂളോം ചാർജ് ഒഴുകാൻ 5 സെക്കൻഡ് സമയം എടുത്തുവെങ്കിൽ കറണ്ട് എത്രയാണ്? I = Q/T. Q/T ആണ്. Q എത്രയാണ് നമുക്കറിയാം. എത്രയാണ്? 10 ആണ്. 10 കൂളോം, സമയം 5 സെക്കൻഡ് ആണ്. അപ്പോൾ 2 ആംബിയർ ആണ് നമുക്ക് കിട്ടുന്ന കറണ്ട്. ഇനി ഒരു ചാലകത്തിലൂടെ 1.5 ആംബിയർ കറണ്ട് 3 സെക്കൻഡ് കൊണ്ട് പ്രവഹിക്കുന്നുവെങ്കിൽ ചാലകത്തിലൂടെ ഒഴുകിയ വൈദ്യുത ചാർജിന്റെ അളവ് എത്രയാണ്? നമുക്കറിയുന്ന ഇക്വേഷൻ എന്താ? I = Q/T എന്നാണ്. ഇവിടെ എന്താണ് കാണേണ്ടത്? ചാർജിന്റെ അളവാണ്. Q ആണ് കാണേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? Q = I × T എന്ന് എഴുതാലോ. I × T എന്ന് എഴുതാം. ഐയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ഐയുടെ വാല്യൂ 1.5 ആംബിയർ ആണ്. അപ്പോൾ ഐക്ക് പകരം 1.5 കൊടുക്കുന്നു, ടിക്ക് പകരം 3 സെക്കൻഡ് കൊടുക്കുന്നു. നമുക്ക് എന്ത് കിട്ടും? 4.5 കൂളോം എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആയേ? ഇനിയുള്ളത് ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തെക്കുറിച്ചാണ്. ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹം. അപ്പോൾ നോക്കിക്കോളൂ, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവാഹം ഉണ്ടാകുമ്പോൾ ഇലക്ട്രോണുകൾ വൈദ്യുത സ്രോതസ്സിന്റെ നെഗറ്റീവ് ഭാഗത്ത് നിന്ന് പോസിറ്റീവ് ഭാഗത്തേക്കാണ് പ്രവഹിക്കുന്നത്. ഇത് ഒരു ചാലകമാണെന്ന് വിചാരിക്കുക. ഈ ഒരു ചാലകത്തിലൂടെ ഈ AB എന്ന് പേരുള്ള ഒരു ചാലകമാണ്. ഈ ചാലകത്തിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ ഇലക്ട്രോണുകൾ വൈദ്യുത സ്രോതസ്സിന്റെ നെഗറ്റീവ് ഭാഗത്ത് നിന്ന് പോസിറ്റീവ് ഭാഗത്തേക്കാണ്. കണ്ടോ, ഇലക്ട്രോണുകളുടെ ചലന ദിശ എന്ന് പറയുന്നത് നെഗറ്റീവ് ഭാഗത്ത് നിന്ന് പോസിറ്റീവ് ഭാഗത്തേക്കാണ്. ഈ തന്നിരിക്കുന്ന ഒരു വൈദ്യുത സ്രോതസ്സാണ്. ഈ വൈദ്യുത സ്രോതസ്സിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് ഭാഗത്ത് നിന്ന്, ഇവിടെയല്ലേ നെഗറ്റീവ്, ഈ നെഗറ്റീവ് ഭാഗത്ത് നിന്ന് പോസിറ്റീവ് ഭാഗത്തേക്കാണ് ചലിക്കുന്നത്. കണ്ടല്ലോ? എങ്കിലും വൈദ്യുത പ്രവാഹ ദിശ എവിടെ നിന്നാണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് എന്ന രീതിയിലാണ് നമ്മൾ പരിഗണിക്കുന്നത്. മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. എന്തെങ്കിലും ആപ്ലിക്കേഷൻ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ചാലകത്തിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? വൈദ്യുത സ്രോതസ്സിന്റെ നെഗറ്റീവ് ഭാഗത്ത് നിന്ന് പോസിറ്റീവ് ഭാഗത്തേക്കും, വൈദ്യുത പ്രവാഹ ദിശ എന്നത് എന്താണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കും ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്.
ഇനി അടുത്തത് കുറച്ച് പ്രതീകങ്ങൾ തന്നിട്ടുണ്ട്, അത് നോക്കാം. സെല്ലിൻ്റെ പ്രതീകം കണ്ടല്ലോ എങ്ങനെയാണെന്ന്. ഇനി ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള സെല്ല് കൂടിയിട്ടാണ് ബാറ്ററി ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകം കണ്ടോ. സ്വിച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്വിച്ച് കീ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സ്വിച്ച് ഓപ്പൺ ആണെങ്കിൽ ഏത് രീതിയിലാണെന്നുള്ളത് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ബൾബ് അല്ലെങ്കിൽ ലാമ്പിനെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ വോൾട്ട് മീറ്റർ, അമീറ്റർ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വോൾട്ട് മീറ്ററും അമീറ്റർ. അപ്പോൾ വോൾട്ട് മീറ്റർ കണ്ടോ എങ്ങനെയാണ് അതിൻ്റെ പ്രതീകം എന്ന്. ഒരു റൗണ്ട് ഇടുന്നു, അതിൻ്റെ ഉള്ളിൽ ക്യാപിറ്റൽ ലെറ്റർ വി ഇട്ടാൽ അതിൻ്റെ അർത്ഥം അത് വോൾട്ട് മീറ്റർ ആണ്. പിന്നെ ഒരു ചെറിയ റൗണ്ട് ഇടുന്നു, അതിൻ്റെ ഉള്ളിൽ എ എന്ന് എഴുതിയാൽ അതെന്താണ്, അമീറ്റർ ആണ്. ഓക്കെ. ഇനി അപ്പോൾ ഈ വോൾട്ട് മീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, വോൾട്ട് മീറ്റർ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാനാണ് യൂസ് ചെയ്യുന്നത്. വോൾട്ട് മീറ്റർ എന്ത് യൂസ് ചെയ്യുന്നത്, പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ വേണ്ടിയിട്ട്. അമീറ്റർ ആണെങ്കിലോ കറണ്ട് അളക്കാൻ വേണ്ടിയിട്ട്. അമീറ്റർ കറണ്ട് അളക്കാനുള്ളതാണ്. ഇനി വോൾട്ട് മീറ്റർ ഘടിപ്പിക്കുന്നത് എങ്ങനെയാണ്. വോൾട്ട് മീറ്റർ ഘടിപ്പിക്കുന്നത് ഉപകരണത്തിന് സമാന്തരമായിട്ടാണ്. വോൾട്ട് മീറ്റർ സമാന്തരമായിട്ടാണ് ഘടിപ്പിക്കുന്നത്. അമീറ്റർ ആണെങ്കിൽ ഉപകരണത്തിൽ ശ്രേണിയായിട്ടാണ് ഘടിപ്പിക്കുന്നത്. ഉപകരണത്തിന് ശ്രേണിയായിട്ടാണ് എന്ത് ഘടിപ്പിക്കുന്നത്, അമീറ്റർ ഘടിപ്പിക്കുന്നത്. ഇനി നോക്കിക്കേ, ഈ വോൾട്ട് മീറ്റർ ആണെങ്കിലും ശരി അമീറ്റർ ആണെങ്കിലും ശരി പോസിറ്റീവ് ടെർമിനലിനെ സെല്ലിൻ്റെ പോസിറ്റീവിനോടും നെഗറ്റീവ് ടെർമിനലിനെ സെല്ലിൻ്റെ നെഗറ്റീവിനോടുമാണ് ബന്ധിപ്പിക്കുന്നത്. അതിപ്പോൾ വോൾട്ട് മീറ്റർ ആണെങ്കിലും അമീറ്റർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അമീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിനെ സെല്ലിൻ്റെ പോസിറ്റീവിനോടും നെഗറ്റീവ് ടെർമിനലിനെ സെല്ലിൻ്റെ നെഗറ്റീവിനോടുമാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ രണ്ട് കാര്യങ്ങളും. കറണ്ട് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണ്, അമീറ്റർ ആണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏതാണ്, വോൾട്ട് മീറ്റർ ആണ്. ഉപകരണത്തിന് സമാന്തരമായിട്ടാണ് വോൾട്ട് മീറ്റർ ഘടിപ്പിക്കുന്നത്. അതുപോലെ ഉപകരണത്തിന് ശ്രേണിയായിട്ടാണ് അമീറ്റർ ഘടിപ്പിക്കുന്നത്. നമുക്കിവിടെ തന്നെ ഒരു ഇമേജിൽ കാണാൻ പറ്റുമേ. അതായത് കണ്ടോ, വോൾട്ട് മീറ്റർ, ഇവിടെ വോൾട്ട് മീറ്ററും അമീറ്ററും ഘടിപ്പിച്ചിരിക്കുകയാണ്. വോൾട്ട് മീറ്റർ ഘടിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്, സമാന്തരമായിട്ടാണ് അല്ലേ. ഉപകരണത്തിന് സമാന്തരമായിട്ടാണ് വോൾട്ട് മീറ്റർ. അതുപോലെ തന്നെ അമീറ്റർ ആണെങ്കിലോ ശ്രേണിയായിട്ടാണ് ഘടിപ്പിക്കുന്നത്. ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഓംസ് ലോ അല്ലെങ്കിൽ ഓം നിയമം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഓം നിയമം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടേബിൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ചർച്ച ചെയ്യുമ്പോൾ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഇൻഫറൻസിലേക്ക് എത്താനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു സർക്യൂട്ടിനകത്ത് നമുക്ക് വോൾട്ട് മീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്, പിന്നെ അമീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വോൾട്ടേജും കറണ്ടും ഒക്കെ നമുക്ക് അളന്നെടുക്കാനായിട്ടാണ്. അപ്പോൾ സെല്ലുകളുടെ എണ്ണം കൂട്ടി കൊണ്ടുവരികയാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ. ആദ്യം സെല്ലുകളുടെ എണ്ണം 2 ആയിരുന്നേ. അപ്പോൾ അന്നേരം വോൾട്ടേജ് വോൾട്ട് മീറ്ററിൽ കാണിച്ചത് 3 ആയിരുന്നു. കറണ്ട് അമീറ്ററിൽ കാണിച്ചത് 0.2 ആയിരുന്നു. അപ്പോൾ V/I ചെയ്തു. എന്ത് കണ്ടുപിടിക്കാനാ, V/I ചെയ്യുന്നത് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നോക്കിയോ, V/I 15 എന്ന് കിട്ടിയേ. ഇനി അടുത്തത് സെല്ലുകളുടെ എണ്ണം 3 ആക്കിയപ്പോൾ വോൾട്ടേജ് എന്ത് ചെയ്തു, വോൾട്ടേജ് കൂടി. പിന്നെ എന്തും കൂടി, കറണ്ടും കൂടി. വോൾട്ടേജും കൂടി കറണ്ടും കൂടി. സെല്ലുകളുടെ എണ്ണം കൂട്ടുമ്പോൾ വോൾട്ടേജും കൂടും കറണ്ടും കൂടും. ഓക്കെ. പക്ഷേ V/I എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുവാണേ. ഇനി സെല്ലുകളുടെ എണ്ണം 4 ആക്കിയപ്പോൾ വീണ്ടും വോൾട്ടേജ് കൂടി കറണ്ടും കൂടി. കണ്ടോ, V/I എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയി. അതായത് ഇവിടെ നമ്മൾ വന്നിരിക്കുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് V/I എന്നത് ഒരു സ്ഥിരസംഖ്യയാണ്. V/I ഒരു സ്ഥിരസംഖ്യയാണ്. അതുപോലെ തന്നെ കറണ്ട് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ വ്യത്യാസവും കൂടുന്നുണ്ട് നമ്മൾ കണ്ടെത്തി അല്ലേ. കറണ്ട് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ വ്യത്യാസവും കൂടുന്നുണ്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുമ്പോൾ എന്താണ്, വോൾട്ടത. കറണ്ട് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസവും കൂടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ V/I എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യയാണെന്ന് നമ്മൾ കണ്ടെത്തി അല്ലേ. V/I എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യയാണ്. അപ്പോൾ V/I എന്നത് ഒരു സ്ഥിരസംഖ്യയാണ്. ഈ സ്ഥിരസംഖ്യയാണ് സർക്യൂട്ടിലെ പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ്. സർക്യൂട്ടിലെ പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു സ്ഥിരസംഖ്യയാണ്. V/I ആണ് ഈ റെസിസ്റ്റൻസ്. V/I = റെസിസ്റ്റൻസ്. ഒരു ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തെ എതിർക്കുവാനുള്ള ചാലകത്തിൻ്റെ സവിശേഷതയാണ് പ്രതിരോധം. ഒരു ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തെ എതിർക്കുവാനുള്ള ചാലകത്തിൻ്റെ സവിശേഷതയാണ് പ്രതിരോധം. ഇനി പ്രതിരോധത്തിൻ്റെ പ്രതീകം എന്താണ്, 2 രീതിയിൽ നമുക്ക് പ്രതിരോധത്തെ ഇൻഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് വൺ ഇത്, സെക്കൻഡ് വൺ ഇങ്ങനെ. അപ്പോൾ ഈ 2 രീതിയിൽ നമുക്ക് പ്രതിരോധത്തെ അതിൻ്റെ പ്രതീകം കാണിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഓം ആണ്. ഇതൊരു ഗ്രീക്ക് ലെറ്റർ ആണ്. ഓം എന്ന് പറയുന്നത് ഗ്രീക്ക് ലെറ്റർ ആണ്. ഇനി ഇവിടുത്തെ പോയിന്റ് കണ്ടോ, എന്താണ് പോയിന്റ്, താപനില സ്ഥിരമായിരുന്നാൽ ഒരു ചാലകത്തിലൂടെയുള്ള കറണ്ട്
അതിൻ്റെ രണ്ട് അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഇത് ഓംസ് നിയമം എന്നറിയപ്പെടുന്നു. താപനില കോൺസ്റ്റന്റ്. ഓക്കെ, ഓംസ് നിയമത്തിൽ എന്താണ്? താപനില, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. താപനില കോൺസ്റ്റന്റ് ആവുമ്പോൾ ഒരു ചാലകത്തിലൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ എന്താണ്? അതിൻ്റെ രണ്ട് അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും. I പ്രൊപ്പോർഷണൽ ടു V ആണ്. I പ്രൊപ്പോർഷണൽ ടു V ആണെന്ന് മനസ്സിലായല്ലോ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഒരു ചാലകത്തിലൂടെയുള്ള കറണ്ട് അതിൻ്റെ അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഇതാണ് എന്ത്? ഓംസ് ലോ എന്നറിയപ്പെടുന്നത്. ഓംസ് ലോയുടെ കാര്യം ഒന്നുകൂടെ പറയാം. താപനില കോൺസ്റ്റന്റ്. അപ്പോൾ എന്താണ്? കറണ്ട് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലാണ്. ഇതാണ് ഓംസ് നിയമം എന്നറിയപ്പെടുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: ഒന്ന്, ചാലകത്തിന്റെ നീളം. ചാലകത്തിന്റെ നീളം കൂടുമ്പോൾ പ്രതിരോധം കൂടുന്നു. ചാലകത്തിന്റെ നീളം കൂടുമ്പോൾ പ്രതിരോധം കൂടുന്നു. ചാലകത്തിന്റെ നീളം കൂടുമ്പോൾ എന്ത് ചെയ്യും? പ്രതിരോധം, റെസിസ്റ്റൻസ് കൂടും. അടുത്തത് ചാലകത്തിന്റെ വണ്ണം. ചാലകത്തിന്റെ വണ്ണം കൂടുമ്പോൾ അല്ലെ ഛേദതല പരപ്പളവ് കൂടുമ്പോൾ എന്ത് ചെയ്യും? പ്രതിരോധം കുറയും. അപ്പോൾ വണ്ണം കൂടുമ്പോൾ എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് കുറയും. വണ്ണം കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. അതുപോലെ ചാലകം നിർമ്മിച്ച പദാർത്ഥത്തിന്റെ സ്വഭാവമാണ് മൂന്നാമത്തെ പോയിന്റ്. ചാലകം നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥത്തിന്റെ സ്വഭാവം. ചാലകം നിർമ്മിച്ചിരിക്കുന്നത് ചെമ്പ് കൊണ്ടാണെങ്കിൽ ചെമ്പിന്റെ സ്വഭാവമായിരിക്കില്ല മറ്റൊരു ചാലകം നിർമ്മിച്ച അലൂമിനിയത്തിന്. അപ്പോൾ ചെമ്പാണെങ്കിലും അലുമിനിയം ആണെങ്കിലും വെള്ളിയാണെങ്കിലും ഇതിൻ്റെയൊക്കെ സ്വഭാവ വിശേഷങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതിനനുസരിച്ച് റെസിസ്റ്റൻസിനും ഏറ്റക്കുറച്ചിലുകൾ വരും. മനസ്സിലായല്ലോ? അപ്പോൾ ചാലകത്തിൻ്റെ നീളം, ചാലകത്തിൻ്റെ വണ്ണം, ചാലകം നിർമ്മിച്ച പദാർത്ഥത്തിൻ്റെ സ്വഭാവം ഇവയൊക്കെയാണ് പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ്. പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ചാലകത്തിൻ്റെ വണ്ണം, നീളം, ചാലകം നിർമ്മിച്ച പദാർത്ഥത്തിൻ്റെ സ്വഭാവം. അടുത്തത് റിയോസ്റ്റാറ്റ് ആണ്. റിയോസ്റ്റാറ്റ് എന്താണ്? റിയോസ്റ്റാറ്റ് ഒരു ചാലകത്തിന്റെ നീളം കൂടുമ്പോൾ പ്രതിരോധം കൂടും. നമ്മൾ പറഞ്ഞു ചാലകത്തിന്റെ നീളം കൂടുമ്പോൾ പ്രതിരോധം കൂടും. അപ്പോൾ ഈ ഒരു തത്വം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു സർക്യൂട്ടിലെ പ്രതിരോധം ആവശ്യാനുസരണം മാറ്റം വരുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെയാണ് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഒരു ചാലകത്തിന്റെ നീളം കൂടുമ്പോൾ പ്രതിരോധം കൂടുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഒരു തത്വം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സർക്യൂട്ടിലെ പ്രതിരോധം ആവശ്യാനുസരണം മാറ്റം വരുത്തി ഉപയോഗിക്കുന്ന ഉപകരണമാണ് റിയോസ്റ്റാറ്റ്. റിയോസ്റ്റാറ്റ് ആണ് ഈ ഒരു ചിത്രത്തിൽ കാണുന്നത്. ക്ലിയർ ആയോ? ഇനി ഇവിടെ നമുക്ക് പ്രതിരോധകങ്ങളുടെ ക്രമീകരണം തന്നിട്ടുണ്ട്. പ്രതിരോധകങ്ങളുടെ ക്രമീകരണം എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. ഇവിടെ പ്രതിരോധകം ശ്രേണീ രീതിയിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. പ്രതിരോധകം ശ്രേണീ രീതിയിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. R1 എന്നതും R2 എന്ന് പറയുന്നതും പ്രതിരോധകമാണ്. അപ്പോൾ R1 R2 എന്നീ പ്രതിരോധകങ്ങൾ ശ്രേണീ രീതിയിൽ ഘടിപ്പിച്ചാൽ ഇവിടുത്തെ ടോട്ടൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, സഫല പ്രതിരോധം എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ്. R1ഉം R2ഉം കൂടെ ആഡ് ചെയ്യുന്നതാണ് സഫല പ്രതിരോധം എന്ന് പറയുന്നത്. എങ്ങനെയാവുമ്പോൾ ശ്രേണി രീതിയിലാണ് ഈ പ്രതിരോധകങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നതെങ്കിൽ അവിടുത്തെ സഫല പ്രതിരോധം എപ്പോഴും കൂടുകയാണ് ചെയ്യുന്നത്. R1ഉം R2ഉം തമ്മിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അവിടുത്തെ സഫല പ്രതിരോധം. എന്നാൽ ഈ പ്രതിരോധകങ്ങൾ സമാന്തര രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നതെങ്കിലോ? പ്രതിരോധകങ്ങൾ സമാന്തര രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നതെങ്കിൽ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ സമാന്തര രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും? ഇവിടെ നോക്കിക്കോളൂ. 1/R equal to 1/R1 plus 1/R2. 1/R equal to 1/R1 plus 1/R2. അപ്പോൾ ഇവിടുത്തെ R എങ്ങനെ കണ്ടുപിടിക്കും? സഫല പ്രതിരോധം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്നാകും. അതായത് ഇവിടുത്തെ സഫല പ്രതിരോധം കുറവായിരിക്കും. ഓക്കെ, ഇനി പ്രതിരോധകങ്ങൾ ശ്രേണീ രീതിയിൽ ഘടിപ്പിക്കുമ്പോഴാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? സഫല പ്രതിരോധം കൂടുന്നത്. അത് സമാന്തര രീതിയിലാണ് ഘടിപ്പിക്കുന്നതെങ്കിൽ സഫല പ്രതിരോധം കുറവായിരിക്കും. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് മനസ്സിലാവും. ചെയ്ത എല്ലാ പോയിന്റ്സും വളരെ ഡീറ്റെയിൽ ആയി പറയുന്ന ചാപ്റ്ററാണ് ഈ ധാരാവൈദ്യുതി എന്നത്. ഓക്കെ, ഇത് ന്യൂ SCERTയിലെ ലെസൺ ആണ്. ഇത് തന്നെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഇതിലെ സോർട്ട് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ കണ്ടോ ഒരുപാട് എക്സ്പെരിമെന്റ്സിലൂടെയൊക്കെയാണ് കുട്ടികളെ ഓരോ പോയിന്റിലേക്കും കൊണ്ടുവരുന്നത്. ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും അവിടെ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ ബോക്സ് ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഇതിലെ എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓൾറെഡി ചെയ്ത ആ ഒരു ക്ലാസ്. പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണ്, അതുപോലെ
അതിൻ്റെ യൂണിറ്റ് ഡിറൈവ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അലക്സാണ്ട്ര വോൾട്ടയെക്കുറിച്ച് നമുക്കൊന്ന് വായിക്കാം. ഇത് ആ ഒരു PDF ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ നോക്കിയിട്ട് നമുക്ക് അതൊന്ന് വായിച്ചെടുക്കാം. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്തൊക്കെയാണ്? വൈദ്യുത രാസ സെല്ല് മീതെയിൻ കണ്ടുപിടിച്ചു. വൈദ്യുത രാസ സെല്ല് കണ്ടെത്തി. ഇതൊക്കെ ആരുടെ കോൺട്രിബ്യൂഷനാണ്? അലക്സാണ്ട്രോ വോൾട്ടയാണ് വൈദ്യുത രാസ സെല്ല്, മീതെയിൻ എന്നിവ കണ്ടുപിടിച്ചത്. അതുപോലെ വോൾട്ടേജ്, പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് എന്നിവ വോൾട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായിട്ടാണ് അങ്ങനെ ഒരു യൂണിറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആ 2 പോയിന്റ്സ് ആണ് ഈ ഒരു ഭാഗത്ത് ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. പിന്നെ വോൾട്ടാ സെൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈമറി സെല്ലാണ്. പ്രൈമറി സെൽ എന്താണ്, സെക്കൻഡറി സെൽ എന്താണെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും EMF, സെല്ലുകളുടെ ക്രമീകരണം, ഓർമ്മയുണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ. ശ്രേണി രീതിയിൽ സെല്ലുകളെ ക്രമീകരിച്ചാൽ ആകെ EMF എന്ന് പറഞ്ഞാൽ സെല്ലുകളുടെ EMFൻ്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. ശ്രേണി രീതിയാണെങ്കിൽ സെല്ലുകളെ ക്രമീകരിക്കുമ്പോൾ ലഭിക്കുന്ന ആകെ EMF സെല്ലുകളുടെ EMFൻ്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. അപ്പം അങ്ങനെയാണ്. സമാന്തരമായിട്ടാണെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അതൊക്കെ തന്നെയാണ് ഈ ചാപ്റ്ററിൽ വീണ്ടും ആവർത്തിക്കുന്നത്. വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ കറണ്ട് എന്താന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ ആംബിയർ നമ്മൾ പറഞ്ഞല്ലോ, കറണ്ടിൻ്റെ യൂണിറ്റ് ആണ് ആംബിയർ എന്ന് പറഞ്ഞു. കൂളോം പെർ സെക്കൻഡിനെയാണ് ആംബിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആംബിയർ എന്ന് പേര് കൊടുത്തിരിക്കുന്നത് ആൻഡ്രേ മാരി ആംബിയർ എന്ന ശാസ്ത്രജ്ഞനോടുള്ള ആദരസൂചകമായിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കോളൂ. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ധാരാളം പരീക്ഷണങ്ങൾ ഇദ്ദേഹം നടത്തി. പിന്നെ വൈദ്യുത കാന്തികത എന്ന ഭൗതിക ശാസ്ത്ര ശാഖയുടെ തുടക്കം കുറിച്ചു. അത്ര 2 പോയിന്റ്സ് ആണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. ഇനി ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹം പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ നിങ്ങൾ. എങ്ങനെയാണ്? ഇലക്ട്രോണുകളുടെ ദിശ എന്ന് പറയുന്നത് ഈ വൈദ്യുത ചാലകത്തിന് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കായിരിക്കും. എന്നാൽ വൈദ്യുത പ്രവാഹ ദിശ എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും. ആ കാര്യം നമ്മൾ പറഞ്ഞത് ഓർത്ത് വയ്ക്കണം. ഇനി ക്ലാമ്പ് അമീറ്റർ എന്താണെന്ന് നോക്കണം. ക്ലാമ്പ് അമീറ്റർ സർക്യൂട്ടിലെ വയറുമായോ ഉപകരണവുമായോ ബന്ധിപ്പിക്കാതെ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് അളക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് ക്ലാമ്പ് അമീറ്റർ. സർക്യൂട്ടിലെ വയറുമായോ ഉപകരണവുമായോ ബന്ധിപ്പിക്കാതെ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് അളക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് ക്ലാമ്പ് അമീറ്റർ. ഓർത്തു വയ്ക്കുക. അതുപോലെ ഈ ഗാർഹിക വൈദ്യുതി സർക്യൂട്ടുമായിട്ടും മറ്റു ബന്ധപ്പെട്ട ഉയർന്ന വൈദ്യുത പ്രവാഹം അളക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാമ്പ് അമീറ്റർ ഉപയോഗിക്കുന്നത്. ഉയർന്ന വൈദ്യുതി പ്രവാഹം അളക്കാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്ലാമ്പ് അമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്താണ്? വയറുമായിട്ടോ അല്ലെങ്കിൽ ഉപകരണമായിട്ടോ ബന്ധിപ്പിക്കാതെ തന്നെ നമുക്ക് സർക്യൂട്ടിലുള്ള കറണ്ട് അളക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇവിടെ ഈൽ എന്ന് പറയുന്ന ഒരു ഫിഷിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇലക്ട്രിക് ഈൽ എന്ന കടൽ മത്സ്യം ഏകദേശം 600 വോൾട്ടുള്ള വൈദ്യുത സിഗ്നൽ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ജീവിയാണ്. അങ്ങനെ ഈ ഒരു വൈദ്യുത സിഗ്നൽ യൂസ് ചെയ്തിട്ടാണ് അവർ ഇര പിടിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അതുപോലെ നമ്മളുടെ ശരീരത്തും എന്ത് ചെയ്യുന്നുണ്ട്? വൈദ്യുത സിഗ്നലുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തലച്ചോറിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ വൈദ്യുത സിഗ്നലുകളായിട്ടാണ് നാഡികളിലൂടെ സഞ്ചരിക്കുന്നത്. ഹൃദയത്തിലെ സൈനസ് നോഡുകൾ എന്ന ഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുത സിഗ്നലുകൾ അനുസരിച്ചാണ് ഹൃദയമിടിപ്പിന്റെ നിരക്ക് നിലനിൽക്കുന്നത്. സൈനസ് നോഡുകളെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഈ പ്രതീകങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പ്രതീകങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിന്നീട് വരുന്ന ഭാഗം എന്നത് ഈ ഒരു ഓംസ് ലോയെ കുറിച്ചാണ്. ഓംസ് ലോയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ എന്താണ്? കറണ്ട് എന്ന് പറയുന്നത് നേർ അനുപാതത്തിലാണ്. എന്തിന്? വോൾട്ടതയ്ക്ക് നേർ അനുപാതത്തിലാണ്. എന്നാലോ I=V/R എന്ന ഇക്വേഷനാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. I=V/R. അപ്പോൾ എന്നത് കറണ്ട് എന്നത് വോൾട്ടതയ്ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും അതുപോലെ പ്രതിരോധത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണ്. ക്ലിയർ ആണല്ലോ? റെസിസ്റ്റൻസ് എന്താന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ ജോർജ് സൈമൺ ഓമിനെ കുറിച്ച് കൂടി നോക്കാം. ജോർജ് സൈമൺ ഓം നോക്കിക്കോ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനകൾ: വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ധാരാളം പരീക്ഷണങ്ങൾ നടത്തി. പൊട്ടൻഷ്യൽ വ്യത്യാസവും കറണ്ടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സുപ്രധാനമായ നിയമം കൊണ്ടുവന്നു. ഏത് നിയമം? ഓംസ് ലോ. പൊട്ടൻഷ്യൽ വ്യത്യാസവും കറണ്ടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള നിയമം ആവിഷ്കരിച്ചു. അത്രയേ ഉള്ളൂ അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഓം എന്ന ലെറ്റർ കാണിക്കുന്നത് ഏതാണ്? ഈ ഗ്രീക്ക് അക്ഷരമാലയിലെ ഒമേഗ എന്നാണ് ഈ ഓമിൻ്റെ പ്രതീകം. ഓക്കെ. ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതാണല്ലേ. നിങ്ങൾക്കത് മനസ്സിലാവാനാണ് ഞാൻ ഈ ചാപ്റ്റർ ഒന്ന് ഓടിച്ചിട്ട് കാണിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇവിടെ ഈ പ്രതിരോധം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഒരു ചാലകത്തിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോഴേ ചാലകത്തിലെ സ്വതന്ത്ര ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസും ആറ്റങ്ങളും തമ്മിലുള്ള കൊളീഷൻ കാരണമാണ് എന്തുണ്ടാവുന്നത്? റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ് എന്താണ്? ഓം ആണ്. റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ് ഓം ആണ്. പിന്നെ പ്രതിരോധകത്തിന്റെ ഇൻഡിക്കേഷൻ കണ്ടോ? പ്രതീകം എങ്ങനെയാന്നുള്ളത് കണ്ടല്ലോ. ഓക്കെ. പിന്നെ നമ്മൾ മറ്റൊരു ഇൻസ്ട്രുമെന്റ് പറഞ്ഞിരുന്നു. എന്താണ് അതിന്റെ പേരെന്താണ്? റിയോസ്റ്റാറ്റ്. റിയോസ്റ്റാറ്റിന്റെ പ്രതീകം കണ്ടോ എങ്ങനെയാണെന്ന്? റിയോസ്റ്റാറ്റിന്റെ പ്രതീകം നോക്കുക. പിന്നീട് വരുന്നത് ശ്രേണി രീതിയിലെ കാര്യങ്ങളാണ്. ശ്രേണി രീതിയാകുമ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും നമ്മൾ പറഞ്ഞു? R=R1 + R2 ആണ്. അപ്പോൾ ശ്രേണി രീതിയിൽ പ്രതിരോധങ്ങളെ ഘടിപ്പിക്കുമ്പോൾ സർക്യൂട്ടിലെ സഫല പ്രതിരോധം കൂടുകയാണ് ചെയ്യുന്നത്. ഇവിടെ R എന്ന് പറയുമ്പോൾ എന്താണ്? ഈ R1-ലെ റെസിസ്റ്റൻസും ഉണ്ട്, R2-ലെ റെസിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? സഫല പ്രതിരോധം കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവിടെ നേരെ തിരിച്ച് സമാന്തര രീതിയിലാണെങ്കിൽ എങ്ങനെയാ? സമാന്തര രീതിയിലാണെങ്കിൽ എങ്ങനെയാ? R=R1 × R2 / R1 + R2 ആണ്. ഇവിടെ ഡിവൈഡ് കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇവിടുത്തെ സഫല പ്രതിരോധം കുറയുകയാണ് ചെയ്യുക. സമാന്തര രീതിയിലാണ് പ്രതിരോധങ്ങളെ ഘടിപ്പിക്കുന്നതെങ്കിൽ സഫല പ്രതിരോധം കുറയുകയാണ് ചെയ്യുക എന്ന കാര്യം കൂടി ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ വിലയിരുത്താം എന്ന ഭാഗത്തെ ചോദ്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നതല്ല കേട്ടോ, നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. നിങ്ങൾക്ക് ആദ്യം ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു ബേസിക് നോളജ് വന്നതിന് ശേഷം അടുത്ത റൗണ്ട് റിവിഷനിൽ ഓരോ ചാപ്റ്ററിലെയും വിലയിരുത്താം എന്ന ചോദ്യങ്ങൾ ടെലഗ്രാമിൽ നമ്മൾ റിവിഷൻ്റെ സമയത്ത് ചെയ്യും കേട്ടോ. പിന്നെ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി ഒരേ ദിശയിൽ മാത്രമാണ് പ്രവഹിക്കുന്നത്. DC ബാറ്ററിയിൽ നിന്ന് പ്രവഹിക്കുന്ന വൈദ്യുതി ഒരേ ദിശയിലാണ് പ്രവഹിക്കുന്നത്. എന്നാൽ വീടുകളിൽ ലഭിക്കുന്ന വൈദ്യുതി, വീടുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് കറണ്ടാണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. അതായത് ക്രമമായ ഇടവേളകളിൽ ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോൾ കൂടാതെ ഉയർന്ന വോൾട്ടേജിലുള്ള വൈദ്യുതിയുമാണ്. AC എന്ന് പറയുന്നത് എന്താണ്? ക്രമമായ ഇടവേളകളിൽ ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ്. അതുപോലെ തന്നെ ഉയർന്ന വോൾട്ടതയിലുള്ള, ഇപ്പം നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് 230 വോട്ട് വൈദ്യുതിയാണ് യൂസ് ചെയ്യുന്നത്. AC കറണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തുള്ളത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ളവരെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്തേക്കാം. ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് റൗണ്ട് റിവിഷൻ വരുമ്പം ഈ വിലയിരുത്താമെന്നുള്ള ചോദ്യങ്ങളും അതുപോലെ സമഗ്ര ക്വസ്റ്റ്യൻ പൂളിലെ ചോദ്യങ്ങളും പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് എവിടെ നിന്നൊക്കെ ഏതൊക്കെ ചോദ്യങ്ങൾ കിട്ടുമോ അതെല്ലാം നമ്മൾ റിവിഷൻ്റെ സമയത്ത് ഓരോ ദിവസവും ക്യൂസായിട്ടും പോളായിട്ടും ഒക്കെ നമ്മൾ ടെലഗ്രാം ചാനലിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിലുണ്ട്. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അവരോട് നമ്മുടെ SCERT സീരീസിൻ്റെ കാര്യവും റിവിഷൻ സീരീസിൻ്റെ കാര്യവും ഒക്കെ പറയുക. താങ്ക്